നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, പൂന മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ലോകമെമ്പാടും മാർച്ച് 13 വേൾഡ് ബൈപോളർ ഡേ ആയിട്ട് ആചരിക്കുന്നു. എന്താണ് ബൈപോളർ ഡിസോർഡർ? നമുക്കറിയാം, ബൈപോളർ ഡിസോർഡർ ഒരു മൂഡ് ഡിസോർഡർ ആണ്. അതിൽ മാനിയ, ഡിപ്രഷൻ എന്നിവ രണ്ട് മൂഡ് എപ്പിസോഡ്സ് ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാനിയ കുറച്ചു കാലം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഡിപ്രഷനിലേക്ക് ചേഞ്ച് ആകും. അങ്ങനെ എപ്പിസോഡ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനിയ എപ്പിസോഡ് ഉള്ളവർ അമിതമായിട്ട് സംസാരിക്കുക, അമിതമായിട്ടുള്ള എനർജി ഉണ്ടാവും അവർക്ക്, അമിതമായിട്ടുള്ള കോൺഫിഡൻസിനോട് കൂടിയായിരിക്കും അവർ പെരുമാറുന്നത്. പിന്നെ ചേഞ്ചസ് വരുന്നത് സ്ലീപ്പിലൊക്കെ ചേഞ്ചസ് വരാം. അതായത് ഉറക്കമൊക്കെ കുറവായിരിക്കാം. പിന്നെ ഡിപ്രഷൻ എപ്പിസോഡ് കാണിക്കുമ്പോൾ അവർ ചെയ്യുന്നത്, ഡിപ്രഷൻ എപ്പിസോഡിൽ അവർ ഒന്നിനോടുമുള്ള ഒരു താല്പര്യം കാണിക്കില്ല, ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല ഒന്നിനോട്. പിന്നെ എപ്പോഴും വിഷമിച്ചിരിക്കുകയായിരിക്കും അവർ. ഉറക്കമൊക്കെ ചേഞ്ചസ് വരാം. മോസ്റ്റ്ലി അവർക്ക് സൂയിസൈഡ് തോട്ട്സും വന്നേക്കാം. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ബൈപോളർ ഡിസോർഡർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ജെനറ്റിക്കൽ ഫാക്ടറാണ്. അതായത് അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബൈപോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് അവർക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ അടുത്തത് പറയാൻ ചേഞ്ചസ് ഇൻ ബ്രെയിൻ ആക്ടിവിറ്റി. അതായത് നമുക്കറിയാം, ബ്രെയിനാണ് നമ്മുടെ ഇമോഷൻസ്, മൂഡ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആ ബ്രെയിൻ ചേഞ്ച്, അതായത് ആ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് മൂഡ് റെഗുലേഷനെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ബൈപോളർ ഡിസോർഡർ ആയിട്ടും മാറിയേക്കാം. പിന്നെ പറയുന്ന അടുത്ത ഫാക്ടറാണ് എൻവയറമെൻ്റൽ ഫാക്ടർ. അതായത് ഓൾറെഡി അവർക്കൊരു ട്രോമ, അതായത് ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബൈപോളറിനെ ലീഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്ട്രെസ്, ഓൺഗോയിങ് സ്ട്രെസ്, ഇപ്പോഴും വല്ല ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബൈപോളറിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രം ബൈപോളർ ഡിസോർഡർ വന്നേക്കാം എന്നല്ല. ജെനറ്റിക്കൽ ഫാക്ടർ, എൻവയറമെൻറ്റ് ഫാക്ടർ, അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടറും ഉണ്ടാവാം. ഈ മൂന്ന് കാര്യങ്ങളും കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോഴാണ് ബൈപോളർ ഡിസോർഡർ വരുന്നത്. കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ബൈപോളർ ഡിസോർഡർ ഉള്ള രോഗികൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബൈപോളർ ഡിസോർഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് മെഡിക്കേഷൻ തന്നെയാണ്. അതായത് നല്ല രീതിയിൽ മെഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബൈപോളർ ഡിസോർഡർ ഉള്ള രോഗികളെ ഈ മൂഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കൗൺസിലിംഗ് അഥവാ സൈക്കോതെറാപ്പി. നമുക്കറിയാം, കൗൺസിലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈപോളർ ഉള്ള രോഗികളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെയാണ്. അതിന് ഈ ഒരു കൗൺസിലിംഗ് നല്ല ഹെൽപ്പിംഗ് ആയിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. അതായത് ഈ ഒരു ബൈപോളർ ഡിസോർഡറിനെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ അവയർനെസ് അവരുടെ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അടുത്തത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, ശരിയായ ഭക്ഷണം, എക്സസൈസ്, സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യുക, അതൊക്കെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ബൈപോളർ ഡിസോർഡറിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഫാമിലി സപ്പോർട്ട്. അതായത് ഫാമിലിയുടെ ഒരു ശരിയായ സപ്പോർട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നിർബന്ധമാണ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫാമിലി സപ്പോർട്ടും ഒരു പ്രോപ്പർ ഫോളോ അപ്പും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബൈപോളർ രോഗികൾക്ക് ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. വേറൊരു കാര്യം, ബൈപോളർ ഡിസോർഡർ ഒരു മാനേജബിൾ കണ്ടീഷനാണ്, ട്രീറ്റബിൾ ആണ്. ഒരു പ്രോപ്പർ മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്റ്റീവായ അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റും. ബൈപോളർ ഡിസോർഡർ സാധാരണ മൂഡ് ചേഞ്ച് അല്ല.
It is a mental health condition that can affect person's thoughts, emotions and daily life. ബൈപ്പോളർ ഡിസോർഡർ ഒരു മാനേജബിൾ കണ്ടീഷനാണ്, ട്രീറ്റബിൾ ആണ്. ഒരു പ്രോപ്പർ മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഫാമിലിയിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്റ്റീവായ അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് തന്നെ ജീവിക്കാൻ പറ്റും. ഡേയിലൂടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ബൈപ്പോളർ ഡിസോർഡറിനെ പറ്റി ബോധവൽക്കരണം വർദ്ധിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി തരാനും സമൂഹത്തിൽ ഇപ്പോഴും കാണപ്പെടുന്ന സ്റ്റിഗ്മ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും ആളുകൾ മാനസികാരോഗ്യ പ്രശ്നത്തെ പറ്റി തുറന്ന് സംസാരിക്കാൻ മടി കാണിക്കുന്നുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, മെൻ്റൽ ഹെൽത്ത് എന്നത് ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക, മനസ്സിലാക്കുക. ബൈപ്പോളർ ഡിസോർഡർ ഉള്ള വ്യക്തികളെ കുറ്റപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ മനസ്സിലാക്കലോ ഒരു ചെറിയ സപ്പോർട്ടിങ്ങോ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു.